അവഞ്ചേഴ്സ് ഇൻഹ്യൂമൻസിനെ തപ്പി ഇറങ്ങിയതാണ്. അവർ ഇൻഹ്യൂമനായ ഐസോ എന്ന പെൺകുട്ടിയെ കണ്ടുമുട്ടുന്നു. ട്രൂമൻ മാർഷ് കൊണ്ടുവന്ന ഇൻഹ്യൂമൻ രജിസ്ട്രേഷൻ ആക്ടിന്റെ അണ്ടറിൽ ചേരാൻ അവഞ്ചേഴ്സ് അവളോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൾക്ക് അതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. തിരികെ അവഞ്ചേഴ്സ് ടവറിലെത്തിയ അവഞ്ചേഴ്സ് ട്രൂമൻ മാർഷിനോട് പറയുവാണ്, ഇൻഹ്യൂമൻസ് ഒക്കെ നല്ലവരാണ്, അവരിൽ ഭൂരിഭാഗം പേരും നിങ്ങൾ കൊണ്ടുവന്ന ഇൻഹ്യൂമൻസ് രജിസ്ട്രേഷൻ ആക്ടിനോട് യോജിക്കുന്നവരല്ല. ഞങ്ങള് ന്യായത്തിന്റെ ഭാഗത്താണ്, അതുകൊണ്ട് നിങ്ങളുടെ ഓർഡർ ഇനി അനുസരിക്കാൻ സാധിക്കില്ല. ഇന്നു മുതൽ അവഞ്ചേഴ്സ് ഡിസസംബിൾ ചെയ്യുവാണ് എന്നൊക്കെ. ഇതേ സമയത്ത് 4 ആസ്ട്രോനട്ടുകൾ അടങ്ങുന്ന ഒരു വലിയ സ്പേസ് സ്റ്റേഷൻ നിയന്ത്രണമില്ലാതെ ന്യൂയോർക്ക് സിറ്റിയിലേക്ക് പതിക്കാൻ പോകുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ക്യാപ്റ്റൻ മാർവലും വിഷനും ആന്റിമാനും ബ്ലാക്ക് പാന്തറും മിസ് മാർവലും സോങ് ബേർഡും റെഡ് ഹൾക്കും ഇവരെല്ലാം ഒരുമിച്ച് ചേർന്ന് ആ സ്പേസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആസ്ട്രോനട്ടുകളെയും രക്ഷപ്പെടുത്തിയിട്ട് ന്യൂയോർക്ക് സിറ്റിയിൽ പതിക്കാതെ ആ സ്പേസ് സ്റ്റേഷൻ ആകാശത്ത് വെച്ച് തന്നെ നശിപ്പിച്ച് കളയുന്നു. പെട്ടെന്ന് തന്നെ ട്രൂമൻ മാർഷ് അവിടേക്ക് എത്തിയിട്ട് അവരോട് പറയുവാണ്, നിങ്ങൾ നല്ലൊരു ടീമാണ്, നിങ്ങളാണ് ദ ന്യൂ അവഞ്ചേഴ്സ് എന്നൊക്കെ. എന്നിട്ട് അവരെ അവഞ്ചേഴ്സ് ടവറിലേക്ക് കൊണ്ടുപോയിട്ട് അവരോട് അവിടെ താമസിക്കാൻ ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സ് ടവറിലെ എമർജൻസി അലാറം മുഴങ്ങുകയാണ്. ഹൈഡ്ര ഡൗൺ ടൗണിൽ ആക്രമണം നടത്തുകയാണെന്നും ടോണി സ്റ്റാർക്കിന്റെ ഒരു വലിയ പ്രോട്ടോടൈപ്പ് എക്സോസ്യൂട്ടിന് വേണ്ടിയാകാം അവർ അവിടെ ആക്രമണം നടത്തുന്നതെന്നും ദ ന്യൂ അവഞ്ചേഴ്സിനോട് ട്രൂമൻ മാർഷ് പറയുന്നു. പെട്ടെന്ന് തന്നെ ദ ന്യൂ അവഞ്ചേഴ്സ് അവിടേക്ക് എത്തിയിട്ട് ഹൈഡ്ര സോൾജേഴ്സിനെ എല്ലാം ആക്രമിച്ച് തറ പറ്റിക്കുന്നു. ഹൈഡ്രയുടെ വരവിന് പിന്നിൽ ബാരൻ സ്ട്രക്കർ ആണ്. ബാരൻ സ്ട്രക്കറും തന്റെ ഹൈഡ്ര സോൾജേഴ്സുമായിട്ട് ദ ന്യൂ അവഞ്ചേഴ്സ് ഒരു വമ്പൻ പോരാട്ടം നടത്തുന്നു. പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ബാരൻ സ്ട്രക്കർ ആ വലിയ പ്രോട്ടോടൈപ്പ് എക്സോസ്യൂട്ട് തന്റെ കൺട്രോളിൽ ആക്കുന്നു. അതുമാത്രമല്ല, ആ എക്സോസ്യൂട്ടിന്റെ സഹായത്തോടെ ദ ന്യൂ അവഞ്ചേഴ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുവാണ് ബാരൻ സ്ട്രക്കർ. പെട്ടെന്ന് തന്നെ അവിടേക്ക് അയൺമാനും ബ്ലാക്ക് വിഡോയും എത്തുന്നു. അയൺമാൻ തന്റെ ആർക്ക് റിയാക്ടറിന്റെ സഹായത്തോടെ എക്സോസ്യൂട്ടിന്റെ ആർക്ക് റിയാക്ടറിലേക്ക് ബ്ലാസ്റ്റ് ചെയ്യുന്നതോടെ എക്സോസ്യൂട്ടിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. അങ്ങനെ അവഞ്ചേഴ്സ് ബാരൻ സ്ട്രക്കറിനെ കണ്ടിന്യൂസ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് തറ പറ്റിക്കുന്നു. പിന്നീട് ഒരു ഇൻഫോർമേഷൻ കിട്ടിയതനുസരിച്ച് ആ ഇൻഫോർമേഷനെ പറ്റി പറയാൻ മറ്റുള്ളവരിൽ നിന്നും മാറി താമസിക്കുന്ന ഇൻഹ്യൂമൻസിന്റെ പക്കലേക്ക് പോവുകയാണ് അവഞ്ചേഴ്സ്. കാരണം ട്രൂമൻ മാർഷും ദ ന്യൂ അവഞ്ചേഴ്സും ആ ഇൻഹ്യൂമൻസിനെ പിടിക്കാനായിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ 2 ഇൻഹ്യൂമൻസ് അവഞ്ചേഴ്സിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ തോർ അവിടേക്ക് വന്നിട്ട് തന്റെ ലൈറ്റ്നിങ്ങിന്റെ സഹായത്തോടെ അവരെ തിരിച്ചാക്രമിക്കുന്നു. ആ ഇൻഹ്യൂമൻസിനോടൊപ്പം അവഞ്ചേഴ്സ് ആദ്യം കണ്ട ഐസോ എന്ന പെൺകുട്ടിയുമുണ്ട്. അവഞ്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻഹ്യൂമൻസിനെ പറഞ്ഞു മനസ്സിലാക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ദ ന്യൂ അവഞ്ചേഴ്സ് അവിടേക്ക് എത്തുന്നു. ഇൻഹ്യൂമൻസിനെ രക്ഷിക്കാൻ അവഞ്ചേഴ്സും ഇൻഹ്യൂമൻസിനെ ട്രൂമൻ മാർഷിന്റെ നിർദ്ദേശപ്രകാരം പിടിച്ചോണ്ടു പോകാൻ ദ ന്യൂ അവഞ്ചേഴ്സും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവഞ്ചേഴ്സും ദ ന്യൂ അവഞ്ചേഴ്സും തമ്മിൽ ഒരു വമ്പൻ പോരാട്ടം നടക്കുന്നു. ഒരു നീണ്ട പോരാട്ടത്തിന്റെ ഇടയ്ക്ക് തോർ തന്റെ മ്യോൾനിയർ വിഷന്റെ നേരെ വലിച്ചെറിയുന്നുണ്ടെങ്കിലും മ്യോൾനിയർ കയ്യിലെടുത്ത വിഷൻ മ്യോൾനിയർ തിരിച്ചു വലിച്ചെറിയുന്നു. എന്നാൽ മ്യോൾനിയർ വന്ന് പതിക്കുന്നത് ക്യാപ്റ്റൻ അമേരിക്കയുടെ മേത്താണ്. എല്ലാവരും പെട്ടെന്ന് തന്നെ പോരാട്ടം അവസാനിപ്പിച്ചു. ക്യാപ്റ്റൻ അമേരിക്ക ആണെങ്കിൽ എഴുന്നേൽക്കുന്നില്ല. ദ ന്യൂ അവഞ്ചേഴ്സ് ട്രൂമൻ മാർഷിന്റെ നിർദ്ദേശപ്രകാരം അവഞ്ചേഴ്സിനെ കസ്റ്റഡിയിൽ എടുക്കുന്നു. എന്നാൽ ഒരാൾ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. അതെ, ബ്ലാക്ക് വിഡോ. ബ്ലാക്ക് വിഡോ ഇതെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എന്താകാം ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് സംഭവിച്ചത്? ക്യാപ്റ്റൻ അമേരിക്ക ശരിക്കും മരണപ്പെട്ടോ? എല്ലാത്തിന്റെയും ഉത്തരം അടുത്ത എപ്പിസോഡിൽ കണ്ടറിയാം.